Today I am going to discuss about the different types of primary memories. There are mainly two types of memory, primary memory and secondary memory, and these memories are essential for the proper working of a computer. And now we will see the different types of primary memory. And we can classify this memory into two, that is RAM and ROM. And we have sub-classifications in both RAM and ROM. In the case of RAM, we have SRAM and DRAM, that is static RAM and dynamic RAM. And in the case of ROM, we have PROM, EPROM, EEPROM, mask and flash. And apart from these, we have other types also like DDR and all. So now we are looking to these types of memories. Okay, so let's see each one in detail. First one is RAM, that is random access memory. The primary storage is referred to as random access memory or RAM, and it is possible to randomly select and use any location of the memory directly. The storage of data and instructions are temporary here, and it appears from RAM as soon as it disappears from RAM as soon as the power to the computer is switched off. The memories which lost the content on failure of power supply are known as volatile memory. So we can say RAM is a volatile memory, and it is also called read and write memory. And as I told you before, there are mainly two types, and that are static RAM and dynamic RAM. Static RAM means it is designed using flip-flops, and dynamic RAM means it is designed using capacitor transistor pair. Okay, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കതിൽ മെയിനായിട്ട് കമ്പ്യൂട്ടർ മെമ്മറീൻ്റെ കേസിൽ രണ്ട് ടൈപ്പാണ് പറയുന്നത്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ഇനി എന്തിനാണ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിന് വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ത് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. ഇതിൽ പ്രൈമറി മെമ്മറിയെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഫസ്റ്റ് പറയാനുള്ളതാണ് റാം. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈമറി സ്റ്റോറേജ് മെമ്മറി നമുക്ക് റാൻഡം ആയിട്ട് ഏതൊരു മെമ്മറി ലൊക്കേഷനും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നമ്മൾ ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എപ്പോഴാണോ പവർ ഫെയിലർ ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ ഡാറ്റ ഡിസപ്പിയർ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണെന്ന് പറയാം. കാരണം ഏതൊരു വോളറ്റൈൽ മെമ്മറിയുടെ കേസിലും എപ്പോഴാണോ ഒരു പവർ സപ്ലൈ ഓഫ് ആവുന്നത് അപ്പോൾ അതിലുള്ള ഡാറ്റയും ലോസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്തരം മെമ്മറി അല്ലെങ്കിൽ ഒരു പവർ ഫെയിലറിൻ്റെ സമയത്ത് കണ്ടൻറ്റും കൂടി ലോസ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റാമും അത്തരത്തിലുള്ളൊരു മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഇനി ഇതിലുള്ള രണ്ട് ടൈപ്പാണ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനാമിക് റാം എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ പെയർ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതേ റാമിനെ നമുക്ക് എന്തും കൂടി പറയാം, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നുകൂടി പറയാം. കാരണം ഇതിലേക്ക് റൈറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഇതിൽ നിന്നും റീഡ് ചെയ്യാനും പറ്റും. Okay, so we can also call it as a read and write memory. So let's see the difference between the static RAM and dynamic RAM. First one, in dynamic RAM, it is constructed of tiny capacitors that leak electricity, and static RAM means it is constructed of circuits similar to D flip-flops. Dynamic RAM requires a recharge every few milliseconds to maintain its data.
Static RAM means it holds its content as long as power is available. And dynamic RAM means it is inexpensive. Static RAM is expensive. And dynamic RAM is slower than static RAM. Okay. And the next one is it can store many bits per chip. That is, a dynamic RAM can store many bits per chip, but a static RAM cannot store many bits per chip. And dynamic RAM uses less power, but static RAM uses more power. And dynamic RAM generates less heat, but static RAM generates more heat. Dynamic RAM used for main memory, but static RAM used for cache. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞത്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ്. മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് പറയുന്നത്. അതുപോലെ ഡൈനാമിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ പെയർ. അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഡൈനാമിക് റാമിൻ്റെ കേസിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അതായത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എവറി ഫ്യൂ മില്ലി സെക്കൻഡ്സിൽ നമുക്ക് ആ ഒരു ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, സ്റ്റാറ്റിക് റാമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എപ്പോൾ വരെ നമ്മൾ ആ ഒരു പവർ നിലനിൽക്കുന്നുണ്ടോ അത്ര വരെ അതിലെ കണ്ടൻസും അവിടെ നിലനിൽക്കും. ഓക്കെ, ഡൈനാമിക് റാം എന്ന് പറയുന്നത് കപ്പാസിറ്റേഴ്സ് കൊണ്ടാണ്, അതുപോലെ തന്നെ ഇത് ഇൻഎക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് റാം ആകുമ്പോൾ സ്റ്റാറ്റിക് റാം എക്സ്പെൻസീവ് ആണ്. ഓക്കെ, എക്സ്പെൻസീവ് സ്റ്റാറ്റിക്. ഓക്കെ, ഇനി ഡൈനാമിക് റാം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ലോ ആണ്. അപ്പം നമുക്ക് തിരിച്ച് പറയേണ്ട കാര്യം വരില്ല. എന്താ, സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഡൈനാമിക് റാമിനേക്കാളും ഫാസ്റ്ററാണ്. ഓക്കെ, ഡൈനാമിക് റാമിൻ്റെ നമുക്ക് കൂടുതൽ ബിറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് കമ്പയർ ചെയ്യുമ്പോൾ, സ്റ്റാറ്റിക് റാമിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഡൈനാമിക് റാം പവർ ലെസ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത് കമ്പയർ ടു സ്റ്റാറ്റിക് റാം. പക്ഷേ ഹീറ്റും അതുപോലെ തന്നെ എന്താ, വളരെ കുറച്ച് മാത്രമേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, പെട്ടെന്ന് അങ്ങ് ചൂടാവില്ല. സ്റ്റാറ്റിക് റാം ആകുമ്പോഴോ പെട്ടെന്ന് ചൂടാവും, ഇത് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഡൈനാമിക് റാം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻ മെമ്മറിക്കാണ്. സ്റ്റാറ്റിക് റാം എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. Okay, so these are the main differences between static RAM and dynamic RAM. And next one is ROM. So ROM means what? It is read-only memory. From the word itself we can say we can only read, we cannot write into the memory. Okay, the storage of program and data is permanent here, and it stores some standard processing programs supplied by the manufacturers to operate the personal computer, and it can only be read by the CPU, but it cannot be changed. That is what we call read only memory. We can read it but we cannot change it. Okay, the basic input output program is stored in the ROM that examines and initializes various equipment attached to the PC when the power switch is on. Okay, the basic input output program is stored in the ROM that examines and initializes various equipment attached to the PC when the power switch is on. The memories which do not lose the content on failure of power supply, and that are known as non-volatile memory. So we can say ROM is a non-volatile memory that we have already discussed in the previous slide, and there are different classifications, mainly for or we can say 5 types or 4 types: pre-ROM, EPROM, EEPROM, mask and flash. So these are different types of memories. ഓക്കെ, അപ്പോൾ ROM എന്ന് പറഞ്ഞാൽ എന്താ, അത് റീഡ് ഓൺലി മെമ്മറിയാണ്. നമുക്കവിടെ അതിലുള്ള ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ എന്തില്ല, നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിലെ ഡാറ്റ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അതായത് പവർ ഓഫായി കഴിഞ്ഞാലും പവർ സപ്ലൈ ഫെയിലായി കഴിഞ്ഞാൽ അതിലെ കണ്ടൻസ് ലോസ് ആവുന്നില്ല. അത്തരം മെമ്മറിയെ നമ്മൾ എന്ത് വിളിച്ചു,
നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു കണ്ടൻറ് ലോസ് ആവാത്ത തരത്തിലുള്ള മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി. റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താ, ഇത് മാനുഫാക്ചേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന, നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, റോം ഉണ്ടാവും. കാരണം അതിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ബൂട്ടപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാംസ്, ഇതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതിലാണ്, റോമിലാണ്. ഓക്കെ, അപ്പോൾ ഒരു പി സി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി സിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിൻ്റെയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനീഷ്യലൈസേഷൻ ചെയ്യാനും എക്സാം ചെയ്യാനുള്ള എല്ലാ പ്രോഗ്രാംസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് പറഞ്ഞു. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, മാസ്ക് ആൻഡ് ഫ്ലാഷ്. And first one is programmable read only memory, that is PROM, and it can be programmed by user. Once programmed, the data and instructions in it cannot be changed, and it maintains large storage media but cannot offer the erase features in PROM. Okay, അപ്പോൾ PROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരിക്കൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് ഇറേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏതിനും സിമിലറാണ്, റോമിന് സിമിലറാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാറ്റ ആയിക്കോട്ടെ, ഒരിക്കൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്തരത്തിലുള്ള മെമ്മറിയാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് വൺ ഈസ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ദാറ്റ് ഈസ് EPROM. And the speciality here is it can be reprogrammed because we can erase the program that we have already did on the data, on the ROM. Okay, to erase data from it, we expose it to the ultraviolet light and then we program it, and we erase all the previous data before we reprogram it. So we can say it overcomes the problem of PROM and ROM. ഓക്കെ, അപ്പം ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു റീഡ് ഓൺലി മെമ്മറി നമുക്ക് ഇറേസബിൾ ആണ്. അതായത് നമുക്കത് ഇറേസ് ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലേ? സോ നമുക്കെന്ത് പറയാം, ഇത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ്. പിന്നെ നമുക്കിപ്പോൾ ഡാറ്റ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇറേസ് ചെയ്യുന്നത്, ഈ PROMൻ്റെ കേസിൽ വി എക്സ്പോസ് ഇറ്റ് ടു ദി അൾട്രാവയലറ്റ് ലൈറ്റ്. അതെ, അൾട്രാവയലറ്റ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിൽ ഡാറ്റ ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം റോം റീപ്രോഗ്രാം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിലെന്താണ് ഓൾറെഡി ഉണ്ടായിരുന്നത്, ആ പ്രീവിയസ് ഡാറ്റ എല്ലാം ഇറേസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് റീപ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന PROMൻ്റെ കേസ് ആയിക്കോട്ടെ, റോമിൻ്റെ കേസ് ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും നമ്മളതിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മളിവിടെ ഓവർകം ചെയ്തു, EPROMൻ്റെ കേസിൽ ഓവർകം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഈസ് EEPROM. EEPROM means what? It is electrically erasable programmable read-only memory. So this is a programmable read-only memory and we can erase it, and we erase it using electrical beam. That is why we call it as an electrically erasable programmable read-only memory. And it is similar to electrical erasable programmable read-only memory, but it uses electric beam for erase the data of ROM. Okay, അപ്പോൾ EPROM എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അവിടെ നമ്മൾ ഡാറ്റ ഇറേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അൾട്രാവയലറ്റ് ലൈറ്റിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ്, അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിലെ ഡാറ്റ ഇറേസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ EEPROM എന്ന് പറയുമ്പോൾ ഇതിലെ ഡാറ്റ ഇറേസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ബീമാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ബീം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലെ ഡാറ്റ ഇറേസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ reprogram ചെയ്യാം. Okay, so that is the main difference between EPROM and EEPROM.
And next is mask, and it is also programmed by chip manufacturers, and it is designed with decoder and fixed and an programmable OR. അപ്പോൾ ഇത് മറ്റൊരു കൈൻഡ് ഓഫ് മെമ്മറിയാണ്. ഇതും പ്രോഗ്രാം ചെയ്യുന്നത് ചിപ്പ് മാനുഫാക്ചേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ആൻഡ് ഗേറ്റ്സ് ഫിക്സഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഓർ ഗേറ്റ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡീകോഡർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫിക്സ് ആയിട്ട് ആൻഡ് ഗേറ്റ് അവിടെ ഫിക്സ് ആയിരിക്കും. നമുക്ക് ഏതാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, ഓർ ഗേറ്റിലായിരിക്കും നമ്മൾ പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളതാണ് മാസ്ക് മെമ്മറി എന്ന് പറയുന്നത്. Next is flash memory, and it is similar to EPROM, and this is a non-volatile memory, and here we are erasing the elements block by block. അപ്പോൾ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടാണ് നമ്മളിവിടെ ഡാറ്റ എലമെൻറ്റ്സിനെ ഫ്ലാഷ് മെമ്മറിയിൽ ഇറേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി different types, and now we will see the next one, that is cache memory. To decrease the mismatch in operating speed of CPU and main memory, a small chip called cache memory is attached between CPU and main memory, whose access time is very close to the processing speed of CPU, and it is accessed much faster than conventional RAM. So it is used to store programs or data currently being executed or temporary data frequently used by the CPU. So each memory makes main memory to be faster and larger than it really is. And it is also very expensive to have bigger size of cache memory, and its size is normally kept smaller. Okay, അപ്പോൾ ഒരു ക്യാഷ് മെമ്മറി എന്നുകൊണ്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് സി പി യു മെയിൻ മെമ്മറി വെച്ച് നോക്കുമ്പോൾ സി പി യുവിനേക്കാൾ കുറച്ചും കൂടി സ്പീഡായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ ഒരു സ്പീഡ് മിസ്മാച്ചിങ് പ്രോബ്ലംസ് കുറക്കാൻ വേണ്ടി നമുക്കൊരു ക്യാഷ് മെമ്മറി അതിന് ഇടയിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും, സി പി യുവിനും മെയിൻ മെമ്മറിക്കും ഇടയിൽ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സി പി യുടെ പ്രോസസ്സിങ് സ്പീഡിനോട് സിമിലർ ആയിരിക്കും, അല്ലെങ്കിൽ അതിനടുത്തായിട്ട് കിടക്കുന്നതായിരിക്കും, അതിന് സ്പീഡിനോട് അടുത്ത് കിടക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ക്യാഷ് മെമ്മറിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സിങ് സ്പീഡുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഒരു നമ്മുടെ കൺവെൻഷണൽ റാമിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും ഇത് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഡാറ്റ, യൂസ് ചെയ്യുന്ന ഡാറ്റയൊക്കെ നമ്മൾ മെയിൻ മെമ്മറിയിൽ പോയി ആക്സസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്താൽ മതി, ക്യാഷ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ ഇരിപ്പുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ മെയിൻ മെമ്മറിയിൽ പോയിട്ട് ആക്സസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ സി പി യുടെ പ്രോസസ്സിംഗ് ടൈം കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്മോൾ സൈസാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, വലിയ സൈസൊന്നും കീപ്പ് ചെയ്യാനൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല, കാരണം അത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പീഡ് കൂടുതലായിരിക്കും, നമ്മുടെ മെയിൻ മെമ്മറിനേക്കാളും സ്പീഡ് കൂടുതലാണ്. പക്ഷേ സി പി യുവിൻ്റെ രജിസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും സ്പീഡ് കുറവായിരിക്കും. അത്തരത്തിൽ നമ്മുടെ സി പി യുവിൻ്റെ സ്പീഡും മെയിൻ മെമ്മറിയുടെ ഒരു സ്പീഡും തമ്മിലുള്ള ആ ഒരു മിസ്മാച്ചിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, registers. The CPU processes data and instructions with a high speed. There is also movement of data between various units of computer, and it is necessary to transfer the processed data with high speed. So the computer uses a number of special memory units called registers, and it stores data or information temporarily and pass it on as directed by the control unit. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് മെമ്മറി അല്ല ആക്ച്വലി, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ടെമ്പററി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ
ക്യാഷ് മെമ്മറിയേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിങ് ഇതിൽ അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡായിരിക്കും. ഓക്കെ, ഈ ഓരോ കമ്പ്യൂട്ടറിൻ്റെ കേസിലും അതിൽ ഒന്നിൽ കൂടുതൽ നമുക്ക് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെമ്മറി യൂണിറ്റ്സ്, ഈ ഒരു നമ്പർ ഓഫ് മെമ്മറി യൂണിറ്റ്സ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്കുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സിലേക്കുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു രജിസ്റ്ററാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ രജിസ്റ്റേഴ്സ് ഒരു കമ്പ്യൂട്ടറിൽ പോസിബിളാണ്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ഇതും എന്താണ്, ഫാസ്റ്റ് മെമ്മറിയാണ്. ഓക്കെ, ഇതിൻ്റെ സ്പീഡും വളരെ ഹൈ ആണ്, വളരെ കോസ്റ്റ്ലി ആണ്. ഓക്കെ, അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറിയിൽ മെയിനായിട്ട് പറയാനുള്ളത്. So these are the different types of memory. Thank you.